ഇന്ന് നമുക്കൊരു തനി നാടനായിട്ടുള്ള മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം. കോവക്കയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് നമ്മൾ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. ഈ ഒരു കോമ്പിനേഷനിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടനാകുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പിന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ അളവുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയോ കുറച്ചൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളി കൂടുതൽ ഇഷ്ടമാണെന്നുള്ളവർക്ക് വെളുത്തുള്ളി കൂടുതൽ ആഡ് ചെയ്യാം, സവാള അതുപോലെ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊരു 2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഒരുപാട് വഴണ്ടൊന്നും വരണ്ട, കാരണം നമ്മൾ കോവയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടിയൊക്കെ ചേർത്തിട്ട് വഴറ്റുമ്പോൾ ഒരുമിച്ച് വഴണ്ട് വന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 200 ഗ്രാം കോവയ്ക്ക ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് ഈ രീതിയിൽ തന്നെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും കോവക്കയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും അതിൻ്റെ ആവി കൊണ്ടിട്ട് പെട്ടെന്ന് വെന്ത് വരും. ഇപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോവക്കയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയിലല്ലല്ലോ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റും കൂടി വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗരം മസാല അല്ലെങ്കിൽ ബീഫ് മസാലയോ ചിക്കൻ മസാലയോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, കാരണം നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മുടെ കുട്ടികൾക്ക് കോവയ്ക്കൊന്നും അത്ര ഇഷ്ടാവില്ല, പക്ഷേ ഈ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ കഴിച്ചോളും. വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും അതുപോലെ രുചികരവുമായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. സാധാരണ കോവക്ക മാത്രം മെഴുക്ക് പുരട്ടി വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ്, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസും അതുപോലെ കേക്ക് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്